عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله فالق الحب والنوى يخرج الحي من الميت ومخرج الميت من الحي ذلكم الله فأنا تؤفكون. فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم. إن الله فالق الحب والنوى يخرج الحي من الميت ومخرج الميت من الحي ذلكم الله فأنا تؤفكون. فالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച റബ്ബിന്റെ കാരുണ്യവും അനുഗ്രഹവും സദാസമയവും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകുമാറാട്ടെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമ്മുടെ സ്വാലിഹായ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവൻ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നന്മ നിറഞ്ഞ ജീവിതം അവൻ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നും ദുആ ചെയ്യുകയാണ്. സൂറത്തുൽ അൻആമിലെ 54-ാമത് ക്ലാസ്സിൽ 95-ാമത്തെ ആയത്ത് മുതൽക്കാണ് നമ്മൾ ഇന്ന് ഓതി തുടങ്ങുന്നത്. 95. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ, തീർച്ചയായും അല്ലാഹു, ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ, ഹബ്ബിന്റെയും നവയുടെയും, നവാത്ത് നവ ധാന്യമണികളുടെയും ഈന്തപ്പഴക്കുരുവിന്റെയും മുളപ്പിക്കുന്നവനാണ്. അൽ ഹബ്ബ് ധാന്യം, ധാന്യമണികൾ, നെല്ലും ഗോതമ്പും പയറും. വന്നവ ഈന്തപ്പഴക്കുരു, നവാത്ത്. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വമുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ, ജീവനുള്ളതിനെ നിർജീവമായതിൽ നിന്ന് അവൻ പുറത്തു കൊണ്ടുവരുന്നു. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, യുഖ്രിജു പുറത്തു കൊണ്ടുവരുന്നു, അൽ ഹയ്യ ജീവനുള്ളതിനെ, മിനൽ മയ്യിത്ത് നിർജീവമായതിൽ നിന്ന്. വമുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ, ജീവനില്ലാത്തവയെ, നിർജീവമായതിനെ, മയ്യിത്തിനെ, മിനൽ ഹയ്യ ജീവനുള്ളതിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നവൻ. മുഖ്രിജുൻ പുറത്തു കൊണ്ടുവരുന്നവൻ, യുഖ്രിജു പുറത്തു കൊണ്ടുവരുന്നു. ദാലികുമുല്ലാഹ്, അങ്ങനെയുള്ളവനാണ് അല്ലാഹു. ദാലികുമുല്ലാഹ്, അങ്ങനെയുള്ളവനാണ് അല്ലാഹു. ഫഅന്നാ തുഫകൂൻ,
എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ അവരെ വിട്ട് തെറ്റിക്കപ്പെടുന്നത്? തെറ്റിക്കപ്പെടുന്നു. ഇവിടെ ഹബ്ബിന്റെയും നബയുടെയും അത് പിളർക്കുന്നവനാണ്. പിളർന്നാൽ പിന്നെ എന്താണ് സംഭവിക്കുക നമുക്കറിയാലോ. പിളർന്ന് ചെടികൾ ഉണ്ടാകുന്നു, മരങ്ങൾ ഉണ്ടാകുന്നു. യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, അങ്ങനെ ധാന്യങ്ങൾ പിളർക്കുന്നത് പോലെ, ഈന്തപ്പഴക്കുരു പിളർക്കുന്നത് പോലെ മയ്യത്തിൽ നിന്ന്, നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും അവൻ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ ജീവനില്ലാത്തവ ജീവനുള്ളവയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളവനാണ് അള്ളാഹു. എന്നിട്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ വിട്ട് വേറെ വഴിയിലൂടെ നടക്കാൻ കഴിയുന്നത്? പടച്ചവനെ വിട്ട് നിങ്ങൾ വേറെ വഴിയിലൂടെ, പടച്ചവന്റെ വഴി തെറ്റിക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവാ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വമുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ ദാലികുമുല്ലാഹ് ഫഅന്നാ തുഫകൂൻ. ഇന്ന് നമുക്ക് അടുത്ത ആയത്തും കൂടെ എടുക്കാൻ സാധിച്ചാലേ അതിന്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് സ്പീഡ് പോകും, ശ്രദ്ധിക്കുക. തൗഹീദിന്റെയും പരലോകത്തിന്റെയും വിഷയത്തിലുള്ള ചർച്ചയാണ് നേരത്തെ കടന്നു വന്നത്. അത് നിഷേധിക്കുന്ന മുശ്രിക്കുകളുടെ നിഷേധമാണ് ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ. തൗഹീദും പരലോകവും ഒക്കെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് ഈ സൂറത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയം. ഇവ രണ്ടിനും വളരെ വ്യക്തവും സ്പഷ്ടവുമായ ഒരുപാട് നിത്യസത്യങ്ങളാണ് അള്ളാഹു വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള ആയത്തുകളിലും അത് തന്നെയാണ് വരുന്നത്. ഭൂഗർഭത്തിൽ വെച്ച്, ഭൂമിക്കടിയിൽ വെച്ച്, മണ്ണിനടിയിൽ വെച്ച് വിത്തുകളും കുരുവിലുമുള്ള വിത്തും കുരുവും അതിലൊക്കെയുള്ള ബീജത്തെ പിളർന്ന് മുളയുണ്ടാകുന്നു, കൂമ്പുണ്ടാകുന്നു, എന്നിട്ടതൊക്കെ പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ ചെറിയ ഒരു വിഷയമാണോ? നിങ്ങൾക്ക് വിത്ത് മണ്ണിനടിയിൽ വെക്കാൻ അറിയാം. ആ വിത്ത് മുളപ്പിക്കുന്നത് ആരാണ്? പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവല്ലേ വിത്ത് മുളപ്പിക്കുന്നത്. നിങ്ങൾക്ക് അതിലെന്താണ് പങ്ക് എന്നൊക്കെ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഒരായത്ത് ഇതിന്റെ കൂടെ വിശദീകരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. വതറല്ലഹാമിദത്തൻ ഫൈദാ അൻസൽനാ അലൈഹിൽ മാഅ ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഭൂമി വരണ്ട് നിർജീവമായി കിടക്കുന്നതായി നിനക്ക് കാണാം. വരണ്ട് നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. അങ്ങനെ മഴ വർഷിച്ചാൽ അതൊന്ന് ഇളകും. ഇഹ്തസ്സത്ത്, അതിനൊരു വികാരമുണ്ടാകും. ആ ഭൂമിക്കൊരു വികാരമുണ്ടാകുന്നതിനെയാണ് ഇഹ്തസ്സത്ത് എന്ന് പറയുന്നത്. മഴ പെയ്യുമ്പോൾ, വെള്ളം കിട്ടുമ്പോ ഭൂമിക്കുണ്ടാകുന്നൊരു വികാരം. വറബത്ത്, എന്നിട്ട് അവിടെ ഒന്ന് വികസിക്കും. ആ ഉറച്ചു കിടക്കുന്ന മണ്ണ്, അവിടെ ആ ഭാഗം ഒന്ന് വികസിക്കും. എന്നിട്ട് അമ്പത്തത്, മുളച്ചു വരും, മുളപ്പിക്കും. അത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകമുള്ള എല്ലാതരം ചെടികളെയും അത് മുളപ്പിക്കുന്നുണ്ട് എന്ന്. ഇത് മഴ പെയ്യുമ്പോ മണ്ണിലുണ്ടാകുന്ന വികാരത്തെ സംബന്ധിച്ച്, എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും എത്ര അത്ഭുതകരമായിട്ടാണ് ആ മണ്ണിനടിയിൽ നിന്ന് ഓരോ വിത്തും മുളച്ചു വരുന്നത് എന്ന്, എന്തൊക്കെ തരത്തിലുള്ള ചെടികളാണ് പിന്നീട് അവിടെ ഉണ്ടാകുന്നത്
എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുന്ന ആയത്താണ്. അത് സംബന്ധമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. ഇനിയും ഈ ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പം കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടത് ഉള്ളത് കൊണ്ട് ഇപ്പോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇപ്പൊ എന്താണ് ഈ ആയത്തിലുള്ള കാര്യമെന്ന് മനസ്സിലായി, എന്താണ് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ശരി, ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ആണ്. അള്ളാഹു എന്നത് ജലാലത്തിന്റെ ഇസ്മാണ് എന്നാണ് നമ്മൾ പറയാ. എല്ലാം കൂടെ പടച്ചവന് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് അള്ളാഹു എന്നുള്ളത്. പലരും പല ദൈവങ്ങൾക്കും പല പേരുകളും വെച്ചിട്ടും ഒരാളും തന്നെ അള്ളാഹു എന്ന് ആ ദൈവങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. നമ്മള് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോ കുറച്ച് ശക്തി വേണം, കഴിവ് വേണം എന്നൊക്കെ പറയുമ്പോ പടച്ചോനെ നീ ശക്തിയുള്ളവനാണ്, ശക്തിയുള്ളവനായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ബിസ്മിൽ ഖാദിർ എന്ന് പറയാം. എല്ലാം അറിയുന്നവനാണ് പടച്ചവൻ എന്നുള്ള നിലക്ക് ഇൽമ് ആവശ്യമുള്ള സന്ദർഭത്തിൽ നമുക്ക് വേണമെങ്കിൽ ബിസ്മിൽ അലീം എന്ന് പറയാം. കുറെ ഹിക്മത്ത് ആവശ്യമുള്ള സമയത്ത് ബിസ്മിൽ ഹക്കീം എന്ന് പറയാം. ഇസ്സത്ത് ആവശ്യമുള്ള സന്ദർഭത്തിലാണെങ്കിൽ ബിസ്മിൽ അസീസ് എന്ന് പറയാം. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗംഭീരമായ ശക്തിയും സഹായവും ഒക്കെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ബിസ്മിൽ ഖാഹിർ എന്ന് പറയാം. പക്ഷേ ഈ പറയുന്ന ബിസ്മിൽ ഖാഹിർ, ബിസ്മിൽ അലീം, ബിസ്മിൽ ഹക്കീം, ബിസ്മിൽ അസീസ്, ബിസ്മിൽ ഖാഹിർ എന്നൊക്കെയുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ആരംഭിക്കുന്നതിന് പകരം അതിലുള്ള എല്ലാം കൂടെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് ബിസ്മില്ലാ എന്നുള്ളത്, അള്ളാഹുവിന്റെ നാമത്തിൽ എന്നുള്ളത്. അപ്പൊ ആ അള്ളാഹുവിന്റെ നാമത്തിലായി തീർച്ചയായും അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഫാലിഖുൽ ഹബ്ബ്, ഫാലിഖുൻ യഅനി ശാഖിഖുൻ എന്ന് പറയാ, പിളർക്കുന്നവൻ എന്നാണ് ഫാലിഖുൻ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയുന്നത് ആ പുലരി പുലരുന്നത് അത് പിളർന്നു വരികയാണ്. ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇരുട്ട് രണ്ടായി വകഞ്ഞു മാറ്റി അതിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയ വെളിച്ചം കടന്നു വരുന്നത് പോലെ ഭൂമിക്കടിയിൽ നിന്ന് പതിയെ പതിയെ ഒരു വിത്ത് മുളച്ച് അതിന്റെ നാമ്പ് പുറത്തേക്ക് വരുന്നത് പോലെ, അതിന്റെ മുള പുറത്തേക്ക് വരുന്നത് പോലെ മെല്ലെ മെല്ലെയാണ് ആ വെളിച്ചം ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അങ്ങനെയൊക്കെ ആളുകൾ എഴുതാറുണ്ടല്ലോ, കവികളും കഥാകൃത്തുക്കളും ഒക്കെ എഴുതാറുണ്ടല്ലോ. ഇരുട്ട് ഭേദിച്ചുകൊണ്ട് വെളിച്ചം പുറത്തേക്ക് വന്നു, അതാണ് ആ ഫലക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇന്നല്ലാഹ ഫാലിഖുൻ, അള്ളാഹു പിളർക്കുന്നവനാണ്. എന്തൊക്കെ? അൽ ഹബ്ബ്, ധാന്യങ്ങൾ, ധാന്യമണികൾ, ബാർലി, ഗോതമ്പ്, നെല്ല് പോലെയുള്ള പ്രത്യേകം വിത്തുകളല്ലാത്ത ധാന്യം. അത് നെല്ല് തന്നെ വിത്താണ്, ഗോതമ്പ് തന്നെ വിത്താണ്. എന്നാൽ ഈത്തപ്പഴം അതിന്റെ ഉള്ളിലാണ് വിത്തുള്ളത്. പീച്ച്, അതേപോലെയുള്ള ഒരുപാട് ഫ്രൂട്ട്സുകൾ അതിന്റെ ഉള്ളിലാണ് വിത്തുകൾ ഉള്ളത്. അങ്ങനെ സ്വയം തന്നെ വിത്തുകളായിട്ടുള്ള ധാന്യങ്ങളും പലവർഗങ്ങളും. എന്നാൽ ഉള്ളിൽ ഒരു ഫലത്തിന്റെ, ഒരു പദാർത്ഥത്തിന്റെ ഉള്ളിൽ വിത്തുകളുള്ള ധാന്യങ്ങളുമൊക്കെ ഉണ്ട്. ആ വിത്തിന്റെ വിത്ത് വീണ്ടും നമ്മൾ തുറന്നു നോക്കിയാൽ അതിന്റെ അകക്കാമ്പിൽ വേറെ ചില സംഗതികൾ കാണാം. തണ്ണിമത്തനിലെ വിത്തിനകത്ത് കാണപ്പെടുന്ന സംഗതികളാണോ ബീൻസ്, പയർ പോലെയുള്ള ആ വിത്തിനങ്ങളിൽ നമ്മൾ കാണുന്നത്? ബീൻസും പയറും ഒക്കെ പിളർന്ന രൂപത്തിൽ തന്നെയുള്ള വിത്തുകളാണ്. വഅൻത ഇദാ മാ നദർത ഇലാ ഹാദിഹിൽ അമലിയ വജദ്ത ശൈഅൻ
അജബ. ഇങ്ങനെ ഓരോ വിത്തും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ ധാന്യങ്ങൾ, ഈ ഹബ്ബുകൾ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എത്ര വ്യത്യസ്തമാണ്, എന്തുമാത്രം പ്രത്യേകതകളാണ് അതിനുള്ളത്. പുറത്ത് വലിയ കട്ടിയുള്ള പുറന്തോടുകളുള്ളവ, എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഈ അകക്കാമ്പാകുന്ന വിത്തുള്ളവ. നമ്മൾ കഴിക്കുന്ന പല ഇനങ്ങളും അത് സ്വയം തന്നെ വിത്തുകളാണ്, അല്ലേ, ഹബ്ബുകളാണ്. ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടെ അറബികളൊക്കെ കഴിക്കുന്ന ഭക്ഷണമുണ്ട്, ഹബ്ബ് എന്നാണ് പറയുന്നത്. അതങ്ങനെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാം. അത് മണ്ണിന്റെ അടിയിൽ വെച്ചാൽ അത് മുളച്ചു വരും. മണ്ണിന്റെ അടിയിലോട്ട് വെച്ചാൽ അത് മണ്ണിൽ തട്ടിയാൽ അത് മുളച്ചു വരുന്ന സാധനങ്ങളാണ് മനുഷ്യൻ അങ്ങനെ തന്നെ കഴിക്കുന്നത്, അല്ലേ, പറഞ്ഞു പോവുകയല്ല. നിങ്ങൾക്കറിയാം പാലിക്കുൽ ഹബ്ബ്, എന്തൊക്കെ വിചിത്രമായ സംഗതികളാണ് ഇതൊന്ന് നോക്കൂ. വഹുവല്ലദി അൻസല മിനസ് സമാഇ മഅൻ ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ഷൈഇൻ. അല്ലാഹു ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നു, അങ്ങനെ അത് മുഖേന അള്ളാഹു വ്യത്യസ്തമായ ചെടികൾ അള്ളാഹു മുളപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. അത് ഓരോ ചെടിയും മുളക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ചില സംഗതികൾ ആവശ്യമാണല്ലോ, ധാന്യങ്ങൾ ആവശ്യമാണല്ലോ, ഹബ്ബുകൾ ആവശ്യമാണല്ലോ. അത് മുളച്ചു വരുമ്പോ നമ്മൾ കാണുന്നത് വളരെ ദുർബലമായ ഒരു വേരാണ്, ഒരു നാര് പോലെ തോന്നിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ കൈകൊണ്ട് ഒന്ന് ചതച്ചാൽ അത് ഒടിഞ്ഞു പോകും. അത്രമാത്രം ദുർബലമാണ് അത് വളർന്നു വരുമ്പോഴുണ്ടാകുന്ന അതിന്റെ വേരുകൾ എന്ന് പറയുന്നത്. പക്ഷെ ആ വേരുകളാണ് കട്ടിയുള്ള ഭൂമിയുടെ ഉള്ളിലോട്ട് കയറിപ്പോകുന്നത്. അതേപോലെ ഉറച്ച പാറകൾക്കുള്ളിലൂടെ പോലും കടന്നു പോകുന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് ആ വേരുകൾ നമ്മൾ കത്തി കൊണ്ട് വെട്ടിയാൽ ഒരുപക്ഷെ കത്തിയാണ് പൊട്ടിപ്പോവുക, അത്രമാത്രം ശക്തമായിരിക്കും. ആരാണ് ഈ വേരുകൾക്ക് ഈ ശക്തി നൽകിയത്? ഏത് ശക്തിയാണ് ഈ വേരുകളെ ഭൂമിക്കടിയിലൂടെ തുടച്ചു പോകാനുള്ള കഴിവുകൾ നൽകിയത്? ആരാണ് ഈ ചെറിയ ഒരു വിത്തിനകത്ത് ഇത്ര നാമ്പുകൾ പുറത്തു വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? ഈ നാമ്പുകളാണോ, പുറത്തേക്ക് വരുന്ന ഈ മുളകളാണോ, അതോ വേരുകളാണോ ഭൂമിയെ പിളർക്കുന്നത്, ഭൂമിയെ പിളർക്കാനുള്ള കഴിവുള്ളത്? അതല്ല ഭൂമി സ്വയം അതിലോട്ട് പ്രവേശിക്കുന്ന ഈ നാമ്പുകൾക്ക്, ഈ വേരുകൾക്ക് വേണ്ടി ഭൂമി പദം വെച്ചു കൊടുക്കുകയാണോ? തുളച്ചു കയറാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണോ? അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇത് ഓരോന്നും. മനുഷ്യന് ചിന്തിച്ചാൽ അറ്റമില്ലാത്ത വിധത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പാടത്ത് വിതച്ച വിത്ത് മുളക്കുന്നതിന് ഭൂമി പിളർത്തിയവൻ ആരാണ്? ഈർപ്പം തട്ടിയാൽ വിത്തുകൾ രണ്ട് പിളർപ്പുകളാക്കുന്നവനാണ് സർവശക്തനായ അള്ളാഹു, അല്ലേ? അതാണ് ഫാലിക്കുൽ ഹബ്ബ് എന്ന് പറയുന്നത്. വേരുകൾ വളരാനുള്ള ഭക്ഷണം ഈ വിത്തുകളിൽ ഉണ്ടാക്കിക്കൊടുത്തതാരാ? വേരുകൾ വളരണ ഭക്ഷണം വേണ്ടേ? ഈ വിത്തുകളിൽ എങ്ങനെയുണ്ടായി അതൊക്കെ? ആ വേരുകൾ താഴോട്ട് പോകുമ്പോ പിന്നെ മുകളിലോട്ട് വരുന്ന ആ മുകുളങ്ങളിൽ ഈ ധാന്യങ്ങൾ രണ്ടായി പിളർത്തി പിന്നീട് അത് ഇലകളായി ഒക്കെ മാറുന്ന ആ സംവിധാനം എങ്ങനെയാണ് ആ പിളർപ്പിൽ രണ്ട് പച്ചിലകളായി പരിവർത്തനം ചെയ്യുന്നതിന് സൗകര്യമൊരുക്കിയവൻ ആരാണ്? ഇങ്ങനെ ഒരുപാട് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കറിയോ, ഉറുമ്പുകൾ ഇങ്ങനെ ഒരുപാട് ധാന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകാറുണ്ട്. ഉറുമ്പുകൾ താമസിക്കുന്നത് ഭൂമിക്കടിയിലാണ്, പല ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. സ്വാഭാവികമായും ഇവർ കൊണ്ടുപോകുന്ന അരിമണിയും ഗോതമ്പിന്റെ മണിയും അതേപോലെ മല്ലിന്റെ വിത്തും ഒക്കെ ഉള്ളിലോട്ട് കൊണ്ടുപോകുമ്പോ അവിടെ വെള്ളം തട്ടിയാൽ ആ മണ്ണിൽ വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും വളർന്നു വരും. അതുകൊണ്ട് ഉറുമ്പുകൾ ചെയ്യുന്നത് ഈ മല്ലിച്ചെടിയുടെ ഒരു ധാന്യം അവർ കൊണ്ടുപോകുമ്പോ അത് 4 കഷ്ണങ്ങളായി അവിടെ മുറിച്ചു വെക്കുന്നുണ്ട് എന്നാണ്. അവർ പിന്നീട് ഭക്ഷണമായി അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയി അവിടെ
കഷ്ണം കഷ്ണമായി മുറിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവനായ റബ്ബേ, നിന്റെ കഴിവുകളാണ് ഇതൊക്കെ. ഓരോന്നിനെയും സൃഷ്ടിച്ച് അതിനുള്ള മാർഗദർശനം കൃത്യമായി നൽകിയ രക്ഷിതാവിന്റെ കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് സൂചിപ്പിക്കുക. വിത്തുകൾ, അൽ ഹബ്ബ്, വിത്തുകളാണ് അടുത്ത തലമുറയെ ഉണ്ടാക്കുന്നത്. وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം എന്താണെന്ന്? മനുഷ്യൻ തന്റെ ഭക്ഷണത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. നാം ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞു കൊടുത്തു. പിന്നീട് നാം ഭൂമിയെ ഒരു തരത്തിൽ പിളർത്തി. എന്നിട്ട് നാം അതിൽ ധാന്യം മുളപ്പിച്ചു. മുന്തിരിയുണ്ട്, പച്ചക്കറികളുണ്ട്, ഒലീവുണ്ട്, ഈന്തപ്പനയുണ്ട്, ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളുണ്ട്, പഴവർഗമുണ്ട്, പുല്ലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കന്നുകാലികൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള പലതും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് അള്ളാഹു പറയുന്നത് നമുക്ക് അറിയാവുന്ന ഈ ഭാഗത്ത് തന്നെയാണ്. അങ്ങനെ ഓരോന്ന് വിത്തിറക്കുന്നു. അത് മുളച്ച് വരാൻ ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മള് വിത്തിറക്കുന്നതിൽ, വിത്ത് വിതയ്ക്കുന്നതിൽ, അത് മുളച്ചു വരാൻ ആവശ്യമായ വളവും വെള്ളവും നൽകുന്നതിൽ ഒരുപക്ഷെ നമുക്ക് പങ്കുണ്ട്, ഉണ്ടായേക്കാം. എന്നാൽ അതിനെ പിളർത്തി, രണ്ടാക്കി പിളർത്തി അത് മുളപ്പിക്കുന്നതിലും അതിനെ വളർത്തി വിജയിപ്പിക്കുന്നതിലും മനുഷ്യ, നിനക്ക് എന്താണ് പങ്കുള്ളത്? എന്തെങ്കിലും തരത്തിലുള്ള പങ്ക് നിനക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹബ്ബുമായിട്ടുള്ള ചർച്ച, ഹബ്ബ് ധാന്യങ്ങളെ സംബന്ധിച്ചുള്ള, അത് പൊതുവായിട്ടുള്ള എല്ലാ വിത്തുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആ ചർച്ച തൽക്കാലത്തിലൂടെ നമ്മൾ അവസാനിപ്പിക്കുക. എന്തിനാണെന്നറിയോ? അതിനുശേഷം പ്രത്യേകം ഒരു വിത്തിനെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അന്നവാ, അത് ഈന്തപ്പഴക്കുരുവിന് പറയുന്ന പേരാണ്. അന്നവാ, അന്നവാത്ത് എന്ന് പറയുന്നത്. ഈന്തപ്പഴത്തിന്റെ 6 മുതൽ 15% വരെ അതിന്റെ ഭാരം കിടക്കുന്നത് ഈ കുരുവിനാണ്. മാംസളമായ ഭാഗം കഴിച്ച ശേഷം സാധാരണ നമ്മൾ കുരു വലിച്ചെറിയാണ് ചെയ്യുന്നത്. പക്ഷെ ഈന്തപ്പഴക്കുരു ഉപയോഗിച്ച് പല രാജ്യങ്ങളും കാലിത്തീറ്റുണ്ടാക്കുന്നുണ്ട്, പോലും കഫീനില്ലാത്ത കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈന്തപ്പഴത്തിന്റെ വിത്തുകളിൽ കാർബോഹൈഡ്രേറ്റ്, ഡയറ്ററി ഫൈബർ, കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഈന്തപ്പഴക്കുരു പൊടിച്ച് ഉണക്കി അങ്ങനെ അത് ഗ്രൈൻഡറിലിട്ട് പൊടിച്ച് കാപ്പിപ്പൊടിക്ക് പകരമായിട്ട് ഉപയോഗിക്കാമെന്നാണ്. 3 ദിവസം വരെ അതിനെ ഉണക്കി പൊടിച്ചെടുക്കാനൊക്കെ കഴിഞ്ഞാൽ ഈ പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയെടുത്ത് പാലിൽ ചേർത്ത് കുടിച്ചാൽ രുചികരമായ ഹോട്ട് ചോക്ലേറ്റ് റെഡിയാണെന്നുള്ളൂ. നിങ്ങൾ പലരും ഉണ്ടാക്കുന്നുണ്ടാകണം. സ്മൂത്തികൾ, അതേപോലെ ജ്യൂസുകളിലൊക്കെ ഇത് ചേർക്കാം. സിറപ്പായിട്ട് ഉപയോഗിക്കാം. കേക്കുകൾ, ബേക്കിംഗ് വിഭവങ്ങൾ, അതിലൊക്കെ അതിനെ സ്വാദ് കൂട്ടാൻ ഉപയോഗിക്കാമെന്നാണ്. ഈന്തപ്പഴ വിത്തുകൾ കഴുകി 24 മണിക്കൂർ കുതിർക്കുക, കുറച്ച് വെള്ളം ചേർത്ത് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുക. ഇത് ചെറു ചൂടുള്ള വെള്ളത്തിൽ ചെറുനാരങ്ങയും ചേർത്ത് ചായയാക്കി കുടിക്കാൻ പോലും. ഇതൊക്കെ നമ്മുടെ പത്രങ്ങളിലും ഒക്കെ എഴുതി വരുന്ന സംഗതികൾ ഞാൻ അങ്ങനെ തന്നെ വായിക്കുകയാണ്. എന്റെ വകയല്ല. ഇത് സംബന്ധമായി പഠനം നടത്തിയ ആളുകൾ പറയുന്ന സംഗതികളാണ്. തേനോ ശർക്കരയോ ചേർത്താൽ അതിന് പകരം ഉപയോഗിക്കാമെന്നാണ്. കൂടാതെ സാലഡ് ഡ്രസ്സിംഗ് ഉണ്ടാക്കുമ്പോൾ ഡേറ്റ് സിറപ്പ് നമുക്ക് അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാമെന്നാണ്. ഇങ്ങനെ ഒരുപാട് ഒലീവ് ഓയിൽ അതുപോലുള്ള ആന്റി ഓക്സിഡന്റുകളും ഇതിലുണ്ട് പോലും.
ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഇത് ഗുണകരമാണ്. DNA കേടുപാടുകൾ തടയാൻ, വിവിധ വൈറൽ അണുബാധകളെ ചെറുക്കാൻ ഈ കുരുവിന്, ഈത്തപ്പഴത്തിന്റെ ഈ കുരുവിന് കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാണ്. ഈ കുരുവിൽ അടങ്ങിയ പ്രോന്തോസയാനിഡ് എന്ന സാധനം വൃക്ക, കരള് മുതലായവയിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കുമെന്നൊക്കെ പഠനങ്ങൾ തെളിയിക്കും. ഞാൻ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയത് കുറച്ച് കൊണ്ടുവന്ന് വായിച്ചെന്ന് മാത്രം. അത്ഭുതകരമായ ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഈ പഴവും അതിന്റെ കുരുവും എന്നാണ്. അത് മുളപ്പിക്കുന്ന, സാധാരണ ഒരു പേപ്പറിൽ മടക്കി വെച്ചാൽ പോലും കുറച്ച് ദിവസം, 25 ദിവസം കഴിഞ്ഞാൽ അത് മുളച്ചു വരുന്നതെന്നാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ, ഇത് ഒരുപാട് ദിവസത്തെ പ്രോസസ്സാണ്, ഇങ്ങനെയൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ തന്നെയും ആ ഒരു ചെറിയ ഒറ്റ കുരുവിൽ നിന്ന് പുറത്തേക്ക് വന്ന മുളകൾ എത്രയാണ്, എത്ര നാമ്പുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയായിരുന്നു അതൊക്കെ? ഈ പുറത്ത് നമ്മൾ കാണുന്ന വലിയ വലിയ വൃക്ഷങ്ങളായി വളരുന്ന ആ സംഗതികളൊക്കെ ആ വിത്തിനുള്ളിലാണല്ലോ പടച്ചവൻ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുമ്പോ അത്ഭുതം തോന്നുന്ന കാര്യമാണ്. ഇവിടെ ഒരു സംഗതിയും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? ഈ ഈന്തപ്പഴ കുരുവിനും ഇവിടെ നവാത്ത് എന്ന് പറഞ്ഞു, നവാ എന്ന് പറഞ്ഞു. ആ കുരുവിന് മൊത്തത്തിലുള്ള പേരാ. പക്ഷെ ആ കുരുവിന്റെ, ഈന്തപ്പഴ കുരുവിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത്ഭുതം തോന്നും നിങ്ങൾ കേട്ടാൽ. ഒന്ന് അൽ ഖിത്മീർ. അൽ ഖിത്മീർ എന്ന് പറഞ്ഞാല് ഈന്തപ്പഴ കുരുവിന്റെ മുകളിൽ കാണുന്ന ചെറിയൊരു പാടല്ലേ? ഒന്നാമത്തെ പിക്ചറിൽ നിങ്ങൾക്കത് കാണാം. ഈന്തപ്പഴ കുരുവിന്റെ മുകളിലുള്ള ആ പാടക്ക് പറയുന്ന പേരാണ് ഖിത്മീർ എന്നുള്ളത്. എവിടെയാ അത് പറഞ്ഞത്? വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. അല്ലാഹുവിനെ കൂടാതെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഖിത്മീറിന്റെ അത്രയും, ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ പാടയുടെ ഉപയോഗം പോലും, ഉപകാരം പോലും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ആളുകളാണ്, സംഗതികളാണ്, വ്യക്തികളാണ്, ശക്തികളാണ്. പടച്ചവനോടല്ലാണ്ട് എന്തിനാ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഇത്ര ഉപകാരം പോലും നിങ്ങൾക്ക് കിട്ടൂലെന്ന്. ഈന്തപ്പഴ കുരുവിന്റെ പുറത്തു കാണുന്ന ആ നേരിയ പാടയുടെ അത്ര പോലും ഉപകാരം ചെയ്യാൻ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ അത് കിട്ടില്ല. എന്തിനാ വെറുതെ ഈ പണിക്ക് നിൽക്കുന്നത്? മറ്റൊന്ന് അൽ ഫത്തീൽ എന്നാണ്. ഫത്തീല എവിടെയാണ് പറഞ്ഞത്? യൗമനദൂകുല്ല ഉനാസിൻ ബിഇമാമിഹിം വമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫൗലൈക യഖറഊന കിതാബഹും വലാ യുദ്ലമൂന ഫത്തീല. ഓരോ സമുദായത്തെയും, ഓരോ തരം ആളുകളെയും അവരുടെ കൂടെയുള്ള ഇമാമുകളുടെ കൂടെ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നതാണ്, പരലോകത്ത് വിളിച്ചു വരുത്തും. ഫമന്നൂത്തിയ കിതാബഹു ബിയമീനിഹി, ആരുടെ കൈകളിൽ, ആരുടെ വലത് കൈയിലാണോ അവരുടെ ഗ്രന്ഥം ലഭിക്കുന്നത്, ഫൗലൈക യഖറഊന കിതാബഹും, അവരവരുടെ വേദഗ്രന്ഥം, അവരുടെ ഗ്രന്ഥം വായിക്കുന്നതാണ്. വലാ യുദ്ലമൂന ഫത്തീല, ഒരു ഫത്തീലിന്റെ അത്ര പോലും അവർ ആക്രമിക്കപ്പെടൂല. എന്താ ഫത്തീൽ എന്നറിയോ? ഈന്തപ്പഴക്കുരുവിന്റെ നടുവിലുള്ള നാര് പോലെയുള്ള ഒരു സാധനമാണ് ഈ ഫത്തീൽ എന്ന് പറയുന്നത്. ഈന്തപ്പഴക്കുരുവിന്റെ നടുവിൽ ഒരു നാര് പോലെ, ചെറിയ ഒരു നാര് പോലെ വലിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു സംഗതിയുണ്ട്. അതിനാണ് ഫത്തീല്. അത്ര പോലും നിങ്ങൾ ആക്രമിക്കപ്പെടൂലട്ടോ, ഉപദ്രവിക്കപ്പെടൂലട്ടോ. പരലോകത്ത് വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയാൽ അവിടെ വിജയിച്ചവരുടെ കൂട്ടത്തിലാണുള്ളത്. ഒരു അക്രമത്തിനും ഒരു തരത്തിലുള്ള ദുൽമിനും അവിടെ നിങ്ങൾ വിധേയമാകേണ്ടി വരില്ല എന്ന്. മൂന്നാമത്തെ എന്താ പറഞ്ഞതറിയോ? അൻ നഖീർ. നഖീർ എന്നാൽ അതിലും ചെറുതാണ്.
കിത്മീർ എന്നുള്ളത് ഈന്തപ്പഴ കുരുവിന്റെ മുഴുവൻ ഭാഗവും പൊതിഞ്ഞു കിടക്കുന്ന ആ ചെറിയ പാടക്ക് പറയുന്ന പേരാണ്. പത്തീല് എന്ന് പറയുന്നത് ഈന്തപ്പഴക്കുരുവിന്റെ നടുവിൽ കാണുന്ന ആ വിടവിലുള്ള ഒരു ചെറിയ നാര് പോലെയുള്ള സാധനത്തിനാണ് ഫത്തീല് എന്ന് പറയുന്നത്. നഖീർ എന്ന് പറയുന്നത് അതിന്റെ മധ്യത്തിലായി കാണുന്ന ഒരു ചെറിയ മുള പൊട്ടി വരാൻ വേണ്ടിയുള്ള ചെറിയ ഒരു നാമ്പ്, ചെറിയൊരു പാട്, അതിന് പറയുന്ന പേരാണ് നഖീർ എന്നുള്ളത്. അതെവിടെയാ പറഞ്ഞത്? ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا. ആരാണ് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നന്മകൾ പ്രവർത്തിക്കുന്നത് വിശ്വാസിയായിക്കൊണ്ട് അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അവരോട് ഒന്നും തന്നെ ഇത്ര പോലും ദുൽമ് അവരോട് ചെയ്യപ്പെടൂല. അപ്പൊ ഇത് രണ്ടും, ഈ ഫത്തീല് പറഞ്ഞതും നഖീർ എന്ന് പറഞ്ഞതും, സ്വർഗത്തിൽ വെച്ച് ഒരു നിലക്കും നിങ്ങൾ ആക്രമിക്കപ്പെടില്ല, ദുൽമ് ചെയ്യപ്പെടൂല, ദ്രോഹം ചെയ്യപ്പെടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള സന്തോഷ സൂചകമായിക്കൊണ്ടാണ് ഈത്തപ്പഴ കുരുവിന്റെ ഈ നടുവിലുള്ള ചെറിയ ഒരു നാര് പോലെ, ഒരു നൂല് പോലെയുള്ള ആ ഒരു സംഗതിയെ ഫത്തീലിനെ പറഞ്ഞുകൊണ്ടും അതിന് നടുക്ക് മുളപൊട്ടി വരാനുള്ള ചെറിയൊരു പൊട്ടുപോലെയുള്ള ഒരു ചെറിയ പാട് അഥവാ അൻ നഖീറിനെ എടുത്തു പറഞ്ഞുകൊണ്ടും അത്ര പോലും നിങ്ങൾ ആരും തന്നെ ഉപദ്രവിക്കപ്പെടൂലട്ടോ എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞത്. പിന്നെ ഹദീസുകളിൽ വന്നത് ഇങ്ങനെയൊന്നുമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വേറൊരു രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ നാറ, നരകത്തെ സംബന്ധിച്ച് പറഞ്ഞ് അങ്ങനെ വല്ലാതെ ബേജാറായി അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഇത്തഖുന്നാറ വലോ ബിശഖ്ഖി തംറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ, കാരക്കയുടെ ചെറിയ ഒരു ചീള് നിങ്ങൾ കൊണ്ടെങ്കിലും, ചെറിയൊരു ചീള ചീന്തിയിട്ട് ഒരു ചീന്ത് ആർക്കെങ്കിലും ധർമ്മം കൊടുക്കാൻ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അങ്ങനെ ചെയ്തിട്ടെങ്കിലും നരകത്തിന് രക്ഷപ്പെടാൻ നോക്കണട്ടോ. അതും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഫമല്ലം യജിദ്, ഇതും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു കാരക്ക ചീന്തിയിട്ട് അത് എത്ര ചീന്താക്കാം, ഒരുപാട് പിളർപ്പുകളാക്കിക്കൂടെ, എന്നിട്ട് അതെങ്കിലും നിങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ, ദാനം ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കിക്കൂടെ. അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ ഫമല്ലം യജിദ് ബികലിമത്തിൻ തയ്യിബ, നല്ലൊരു വാക്ക് പറഞ്ഞിട്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണേ എന്ന് പറഞ്ഞ ഒരു സന്ദർഭത്തിൽ ഷിഖ് തംറത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരക്കയുടെ പിളർപ്പ്, കാരക്കയുടെ ചീന്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് മാമിൻകും മിൻ അഹദിൻ ഇല്ലാ വസയുകല്ലിമുഹു അല്ലാഹു യൗമൽ ഖിയാമ, അള്ളാഹു നിങ്ങളോട് സംസാരിക്കും. ഒരു തർജുമാന്റെ ആവശ്യമില്ലാതെ, പരിഭാഷകന്റെ ആവശ്യമില്ലാതെ നിങ്ങളെ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുമ്മ യൻദുറു ഫലാ യറാ ശൈഅൻ ഖുദ്ദാമഹു സുമ്മ യൻദുറു ബൈന യദൈഹി ഫതസ്തഖ്ബിലുഹു അന്നാർ, അങ്ങനെ നരകത്തിന്റെ അവകാശിയായി മാറുന്ന ഒരു മനുഷ്യൻ പടച്ചവന്റെ വിചാരണ സമയത്ത് മുന്നോട്ട് നോക്കുകയാണ്, പല ഭാഗങ്ങളിലേക്കും നോക്കുകയാണ്, ഒന്നുമില്ല കാണാൻ, രക്ഷപ്പെടാനുള്ള വഴികളൊന്നും കാണുന്നില്ല, മുന്നിൽ കാണുന്നത് നരകമാണ്. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഫമനിസ്തതാഅ മിൻകും അൻ യത്തഖിയ അന്നാറ വലോ ബിശഖ്ഖി തംറത്തിൻ, അവിടെ റസൂല് പറഞ്ഞത് നിങ്ങൾക്ക് നരകത്തുനിന്ന് രക്ഷപ്പെടാൻ ഒരു കാരക്കയുടെ ചീന്തെങ്കിലും ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ചെയ്യണേ എന്ന് പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ആ പറഞ്ഞ മൂന്ന് സംഗതിയും. എന്തൊക്കെ? പത്തിയിൽ കണ്ട നാര് വലിച്ചെടുക്കുന്നത് കണ്ട പത്തിയിൽ, അതേപോലെ നഖീർ, ആ നടുക്കുള്ള ചെറിയ അവിടെ കാണുന്ന ചെറിയൊരു കുത്ത്, നഖീർ ചെറിയൊരു പുള്ളി പോലുള്ള ഒരു സാധനല്ലേ, അതിന്റെ പുറംതൊലിയാണ് കിത്മീർ എന്ന് പറയുന്നത്. ആ മൂന്നും പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഇത് എവിടെയാണ് മൂന്നും പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നും മനസ്സിലാക്കുകയാണ്.
ഇൻഷാ അല്ലാഹ്. ശരി, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോ ഈന്തപ്പഴ കുരു പ്രത്യേകം എടുത്തു പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. സാധാരണ ഹബ്ബുകൾ പറഞ്ഞ്, വിത്തുകൾ പറഞ്ഞ് അതിലെല്ലാം പെടും. പക്ഷെ ഇവിടെ ഈന്തപ്പഴക്കുരുവിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ ഈന്തപ്പഴക്കുരു അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതി എന്നുള്ള നിലക്ക് തന്നെ ഈന്തപ്പഴക്കുരുവിന്റെ ഉപയോഗം എത്രയാണെന്ന് മനസ്സിലായി, ഉപകാരം എന്തൊക്കെയാന്ന് മനസ്സിലായി. ആ ഈന്തപ്പഴക്കുരുവിന്റെ പുറത്തുള്ള ആ പാടക്ക് പ്രത്യേക ഒരു പേരുണ്ട്, അതിന്റെ നടുവിലുള്ള നാരിനൊരു പേരുണ്ട്, അതിന്റെ മുകളിലുള്ള കുത്ത്, ഒരു ചെറിയ കുത്ത്, അതിന് വേറൊരു പേരുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷമുള്ള ഭാഗം യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വ മുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ, ജീവൻ നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും അവൻ പുറത്തു കൊണ്ടുവരുന്നു. ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെ, രണ്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവനോ വളർച്ചയോ ഇല്ലാത്ത നിർജീവ വസ്തുക്കളിൽ നിന്ന് ജീവനും വളർച്ചയുള്ള വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. കോഴിമുട്ടക്ക് വളർച്ചല്ല, അത് വളരൂല. പക്ഷെ അത് പൊട്ടി വളർച്ചയുള്ള ജീവനുള്ള കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു. വിത്തുകൾ, അതിൽ നിന്ന് വലിയ വൃക്ഷങ്ങൾ, സസ്യലതാദികൾ ഉൽപ്പാദിപ്പിക്കുന്നു. മനുഷ്യരടക്കമുള്ള ജീവികളുടെ ബീജങ്ങളിൽ നിന്ന് അതത് വർധനവ് നടക്കുന്നു. മനുഷ്യന്റെ ബീജത്തിൽ നിന്ന് ഒരു തുള്ളി ബീജം, അതിൽ നിന്ന് മനുഷ്യന്റെ ഒരുപാട് വർഗങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജീവചൈതന്യമില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ചില പ്രാണിവർഗങ്ങളൊക്കെ ഉണ്ടാക്കപ്പെടുന്നു. ജീവനുള്ള ജഡങ്ങളിൽ നിന്ന് ജീവനില്ലാത്ത പദാർത്ഥങ്ങൾ വരുന്നു. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജഡത്തിന് ജീവനില്ല, പക്ഷെ ജീവനുള്ള റൂഹ് അവനിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ ഒരു ഉമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, അത് തുടക്കത്തിൽ അതിന് ജീവനില്ല, കുറെ കഴിയുമ്പോഴാണ് അതിന് ജീവനുണ്ടായി തീരുന്നത്. അങ്ങനെ പലതും ഇവിടെ മനുഷ്യൻ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പൊ എന്താ ജീവൻ? അപ്പൊ എന്താ നിർജീവമായത്? എന്താണ് മയ്യിത്ത് എന്ന് പറഞ്ഞത്? എന്താണ് ജീവിതം എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. എന്താണ് ജീവിതം? ഓരോ സംഗതിക്കും അതിന്റെ ദൗത്യം നിർവഹിക്കാൻ ഇവിടെ വെറുതെ ഉണ്ടായതല്ല ഓരോന്നും. മണ്ണാകട്ടെ, കല്ലാകട്ടെ, മൃഗങ്ങളാകട്ടെ, ജന്തുക്കളാകട്ടെ, മനുഷ്യരാകട്ടെ, മലാഖമാരാകട്ടെ, ആരും എന്തു ആയിക്കോട്ടെ, ഓരോന്നും ഇവിടെ ഉണ്ടായത് അതിൻ്റെതായ ദൗത്യം അവക്ക് നിർവഹിക്കാൻ വേണ്ടിയാണ്. ആ ദൗത്യം നിർവഹിക്കുന്നതിന് ആവശ്യമായ നിലനിൽപ്പിന് പറയുന്ന പേരാണ് യഥാർത്ഥത്തിൽ എന്ത്? ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ജീവിതം എന്നത്, ജീവനുണ്ട് എന്ന് പറയുന്നതിന്റെ ഉത്തരം എന്താന്ന് മനസ്സിലാക്കി? ഓരോന്നും ഇവിടെ നിർവഹിക്കേണ്ട ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യം നിർവഹിക്കുന്നതിന് ആവശ്യമായ അതിന്റെ നിലനിൽപ്പിന്റെ പറയുന്ന നമുക്ക് ആ നിലനിൽപ്പിന് നമുക്ക് അതിന് ജീവിതം എന്ന് പറയാം. മനുഷ്യ ജീവിതത്തിന് ഇവിടെ ചലനങ്ങളുണ്ട്, മനുഷ്യന് ബോധമുണ്ട്, മനുഷ്യൻ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. മൃഗങ്ങൾക്ക് ജീവിതമുണ്ട്, അതിൽ നിലനിൽക്കേണ്ട ഒരു കാലമുണ്ട്, ആ കാലം വരേക്കും അത് നിലനിൽക്കുന്നു. ചെടികൾക്കുണ്ട് ജീവനും ജീവിതവും, ആ ചെടികൾ നിലനിൽക്കേണ്ട ഒരു കാലമുണ്ട്. ഓരോ ചെടിയും നിർവഹിക്കേണ്ട ചില ദൗത്യങ്ങളുണ്ട്. ആ ചെടികൾ ഫലം നൽകണം, പൂക്കൾ നൽകണം, നല്ല വാസന നൽകണം, ഹരിതം നൽകണം, അതിന് പച്ചപ്പ് നൽകണം, അങ്ങനെ പലതും ഓരോ ചെടികൾക്കും നിർവഹിക്കാനുള്ള ചില ദൗത്യങ്ങളുണ്ട്. അത് നിലനിൽക്കേണ്ട ആ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അത് നിലനിൽക്കുന്ന കാലത്തിന് നമുക്ക് അതിനെ സംബന്ധിച്ച് ജീവിതം എന്ന് പറയാം. നിർജീവമായ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. ഒരു കല്ല് അതിൽ നിലനിൽക്കേണ്ടത് ആവശ്യമുണ്ട്. എല്ലാ കല്ലുകളും ഒരേപോലെ അല്ലല്ലോ. കല്ലുകൾക്ക് പോലും വ്യത്യസ്ത ജീവിത രൂപങ്ങളുണ്ട്. ചിലത് മാർബിളിന്റെ രൂപത്തിലാണ് കല്ലുകൾ, മറ്റൊന്ന് ഗ്രാനൈറ്റിന്റെ രൂപത്തിലാണ് കല്ലുകൾ. അതിനൊക്കെ ഉണ്ടാകേണ്ട ചില കാലങ്ങളുണ്ട്. ആ കാലം അത്രയും അത് നിലനിൽക്കും. അപ്പോ അതാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഖുർആൻ പറഞ്ഞതുപോലെ ഓരോന്നും ഉണ്ടാകുന്നത് വ്യക്തമായ അടിസ്ഥാനത്തിലാണ്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്.
കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ഓരോന്നും നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞില്ല. ചില യുദ്ധരംഗങ്ങൾ വിശദീകരിച്ചപ്പോ ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന എന്ന് പറഞ്ഞില്ലേ? അപ്പോ അത് പറഞ്ഞതുപോലെ കൃത്യമാണ് ഓരോ കാര്യങ്ങളുമെന്ന്. ഇവിടെ പലതും എല്ലാം തന്നെ നാശത്തിന് വിധേയമാകുമെന്ന് പറഞ്ഞല്ലോ. ഖുർആൻ പറഞ്ഞിട്ടില്ല എല്ലാം നാശത്തിന് വിധേയമാണ്. നാശത്തിന് വിധേയമാണെങ്കിൽ അവയൊക്കെ നേരത്തെ ജീവനുള്ളവയാണ്, ജീവിതമുള്ളവയാണ്, പിന്നീട് നാശത്തിന് വിധേയമാകുന്നത് എന്നർത്ഥം. അപ്പൊ ആ നിലക്ക് ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഏതൊരുത്ത് പരിശോധിച്ചു നോക്കിയാലും അതിന്റെ വ്യത്യസ്തമായ തരത്തിലുള്ള ജീവിതം അതിനുണ്ട് എന്നാണ്. മാത്രമല്ല വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഈ പ്രപഞ്ചത്തിൽ എല്ലാം തന്നെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ എല്ലാം എന്ന് പറയുമ്പോ ജീവനുള്ളവയും ജീവനില്ലാത്തവയുണ്ട്, എല്ലാ തരത്തിലുള്ള വസ്തുക്കളുണ്ട്. വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹും, പക്ഷെ നിങ്ങൾക്ക് ആ തസ്ബീഹ് മനസ്സിലാക്കാൻ സാധിക്കില്ല. മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആർക്ക്? ദാവൂദ് നബി അലൈഹി ഇസ്ലാമയുടെ കൂടെ പർവ്വതങ്ങൾ തസ്ബീഹ് ചെയ്തിരുന്നു എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ കല്ലുകൾ സലാം പറഞ്ഞിരുന്നു എന്ന്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടല്ലോ. അതേപോലെ ഹുദ്ഹുദിന്റെ സംസാരം സുലൈമാൻ നബി അലൈഹി സ്വലാമക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു നംലത്തിന്റെ, ഒരു ഉറുമ്പിന്റെ സംസാരം കേട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം ചിരിച്ച് ആ സംസാരത്തെ സംബന്ധിച്ച് സംസാരിച്ച കഥകളൊക്കെയുണ്ട്. അപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചിരുന്ന അല്ലെങ്കിൽ അതിന് കഴിവ് നൽകിയിരുന്ന ചില ആളുകളെ സംബന്ധിച്ചൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാറ്റിനും അപ്പോ പലതരത്തിലാണ് നമ്മൾ ജീവിതം എന്ന് പറയുമ്പോ മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് മാത്രം ആലോചിക്കേണ്ടതില്ല, അല്ലെങ്കിൽ മൃഗങ്ങളെ സംബന്ധിച്ച് മാത്രം ആലോചിക്കേണ്ടതില്ല. ഇവിടെയുള്ള ഓരോ സംഗതികളെയും മനുഷ്യൻ ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കാവുന്നതാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, പക്ഷെ അത്ഭുതമാണ്. ഇതേപോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ ജീവജാലങ്ങളും. അതിനെ കുറെ കൂടെ പരിശീലിപ്പിക്കുമ്പോ അവര് നേരത്തെ പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിൽ പറയുന്ന ആ വിഷയങ്ങൾ മനുഷ്യന് കൂടെ മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിൽ അവർക്ക് പറയാൻ സാധിക്കും എന്നതിന്റെ തെളിവുകൾ എന്നോണമാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ പിന്നെ ഒരു സംശയം ഉണ്ടാകുന്നത് യുഹ്രിജു എന്നും മുഹ്രിജു എന്നും എന്താണ് ഉപയോഗിച്ചത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾ. യുഹ്രിജു എന്നൊരു ഫിഅലാണ്, ക്രിയയാണ്. മുഹ്രിജു എന്ന് പറഞ്ഞാല് ഒരു ഇസ്മാണ്, നാമമാണ്, പേരാണ്. യുഹ്രിജു എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവരുന്നു, മുഹ്രിജു എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവരുന്നവൻ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അന്നൽ ഇസ്മ യദുല്ലു അല സുബൂത്ത്. നാമം എന്ന് പറയുന്നത്, പേര് എന്ന് പറയുന്നത് ഒരു സ്ഥിരതയെ സൂചിപ്പിക്കുന്നതാണ്. വൽ ഫിഅലു യദുല്ലു അലൽ ഹുദൂസ്. ക്രിയ എന്ന് പറയുന്നത് ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതാണ്. ഉദാഹരണം പറയാം, അള്ളാഹു റസാഖാണ്. അള്ളാഹുവിന്റെ ഒരു പേരാണ് റസാഖ്, ഭക്ഷണം നൽകുന്നവൻ. അത് ഇസ്മാണ്. അവൻ യർസുഖ്, ഭക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ സൃഷ്ടിച്ചതിന് ശേഷം അവക്ക് ഭക്ഷണം നൽകുന്നതിനെയാണ് യർസുഖു എന്ന് പറയുന്നത്. അപ്പോ ഒന്നിന്റെ സൃഷ്ടി നടത്തിയാലും ഇല്ലെങ്കിലും, ഒന്നിനെ സൃഷ്ടിച്ചു നോക്കുക, ഇല്ലെങ്കിൽ ഇല്ല നോക്കുക,
എന്തായിരുന്നാലും അവക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ളവനാണ് റസാഖ് എന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഇതിനെ യുഖ്രിജു അൽ ഹയ്യ മിനൽ മയ്യിത്ത് വ മുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ് എന്നുള്ളതിനെ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. മയ്യിത്ത് നേരത്തെ ഉള്ളത് ഇവിടെ മയ്യിത്ത് ഇല്ലായ്മയാണ് നേരത്തെയുള്ളത്. അതിൽ നിന്നാണ് ഹയ്യനുണ്ടാക്കുന്നവൻ. ഹയ്യനുണ്ടാക്കിയവൻ മയ്യത്തിൽ നിന്നാണ്, ഇല്ലായ്മയിൽ നിന്നാണ്, നിർജീവ അവസ്ഥയിൽ നിന്നാണ് ജീവനുള്ളവയെ ഉണ്ടാക്കിയത്. ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മയാണ് നേരത്തെയുള്ളത്. അതിൽ നിന്ന് ഹയ്യനെ ഉണ്ടാക്കാൻ, ജീവനുള്ളവയെ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ് പടച്ച റബ്ബ്. മയ്യത്തിൽ നിന്ന് ഹയ്യനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനാണ് പടച്ച റബ്ബ്. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മയ്യത്തായ നിർജീവമായ പദാർത്ഥങ്ങളിൽ നിന്നാണ് ഇവിടെ മുഖ്രിജുൽ മയ്യത്തായ പടച്ച റബ്ബ്, മയ്യത്തിനെ നിർജീവങ്ങളെ പുറത്തു കൊണ്ടുവരുന്നവനായ പടച്ച റബ്ബ് ഹയ്യിനെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. ഒരുപക്ഷെ അത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും, അങ്ങോട്ട് പോകുന്നില്ല. എങ്ങനെയൊക്കെയാ സംഭവിക്കുന്നതെന്നറിയോ? ഇഖ്റാജുൽ മുസ്ലിം മിനൽ കാഫിർ, കാഫിറിൽ നിന്ന് മുസ്ലിമായും എത്ര മനുഷ്യന്മാരുണ്ടാകുന്നത്? യകൂനു കാഫിറൻ വയുഖ്രിജുല്ലാഹു മിൻ സുൽബിഹി അഹ്യാ മുസ്ലിമീൻ. കാഫിറായിരുന്നു, പക്ഷെ പിന്നീട് മുസ്ലിങ്ങളായ ഒരുപാട് തലമുറകൾ ഇവിടെ ഇങ്ങനെ പിന്നെ ജനിച്ച് വരുന്നില്ലേ? അങ്ങനെ പലതും നമുക്ക് അത് സംബന്ധമായിട്ട് ആലോചിക്കാവുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഏതായാലും ഈ നിലക്ക് നമ്മൾ ആലോചിക്കുമ്പോ അള്ളാഹു മനുഷ്യനെ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചുണ്ടാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. ഭൂമിയിലുള്ള വിഭവങ്ങൾ നൽകി മനുഷ്യനെ അള്ളാഹു ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചതാണ് എന്നൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നതായി കാണുന്നു. അടുത്ത ആയത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ചിരുന്നു. ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഫാലിക്കുൽ ഇസ്ബാഹ് വജഅല ലൈല സകന, പ്രഭാതത്തെ പുലർത്തിയവനാണ് അവൻ. ഫാലിഖ്, അതാണ് വീണ്ടും വിശദീകരിച്ചു വരുന്നത്. വജഅല ലൈല സകന, രാത്രിയെ ശാന്തമായ വിശ്രമവേളയാക്കിയത് പടച്ചറബാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ ഭാഗം രണ്ടും പ്രത്യേകം നമുക്ക് വിശദീകരിക്കാനുള്ളത് കൊണ്ട് അടുത്ത ആഴ്ചയിലേക്ക് വെക്കുന്നു. കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.